ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യത്തേക്ക് പഠിക്കാനും ജോലിക്കായും ഒക്കെ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവർ ജോലിയെല്ലാം സമ്പാദിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പം നമുക്കൊക്കെ സന്തോഷമുണ്ട്. എന്നാൽ പോലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പഠിച്ച് ജോലിയൊക്കെ നേടി അവർക്ക് ആ പുതിയ സംസ്കാരവുമായിട്ട് ഇടപെട്ട് ജീവിച്ചു പോകുവാനായിട്ട് അവർക്ക് കൂടുതൽ സാധിക്കും. എന്നാൽ വർഷങ്ങളോളം കേരളത്തിൽ താമസിച്ച് അതിനുശേഷം ഒരു 60, 65 അല്ലെങ്കിൽ 55 വയസ്സാകുന്ന വ്യക്തികൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. കുറച്ച് നാളുകൾ 3 മാസമോ 6 മാസമോ ഒക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ. എന്നാൽ സ്വന്തം നാടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ജനിച്ചു വളർന്ന സ്ഥലം, ബന്ധങ്ങൾ, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. മക്കളാരും കൂടെയില്ലെങ്കിൽ പോലും ഈ നാട്ടിൽ തന്നെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ നൽകി. നമ്മുടെയൊക്കെ കുടുംബം എന്ന് പറയുന്നത് ദൈവം തന്നതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ഒരുമിച്ച് കൂടുമ്പോൾ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുമ്പം ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി ഭയങ്കരമാണ്. മറ്റൊന്നിനും ഈ ജീവിതത്തിൽ നൽകാൻ പറ്റാത്ത അത്രയും വലിയ ശക്തിയാണ് ഇഴയെടുപ്പമുള്ള കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിയോട് ചോദിച്ചു, സുഖമാണോ? സുഖമാണ് എന്നോട് പറഞ്ഞു. ആ സ്വരത്തിലൊക്കെ അല്പം ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? അമ്മച്ചി വലിയ അഭിമാനത്തോടെ എന്നോട് പറയുകയാണ് ചെയ്തത്, അച്ചോ, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ കാനഡയിലുണ്ട്, ഒരാൾ സ്വിറ്റ്സർലൻഡിലുണ്ട്, ഒരാൾ ദുബായിൽ. ഇങ്ങനെ 4 പേരാണ് ഉള്ളത്. അവർ വർഷത്തിലെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ, അവർ വർഷത്തിലൊക്കെ വരുമല്ലോ, അവരോടൊപ്പം ആയിരിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അമ്മച്ചി അത് സന്തോഷമാണ് തലയാട്ടി. കുറേ കഴിഞ്ഞപ്പം അമ്മച്ചി പറഞ്ഞു, അച്ചോ, മക്കള് 4 പേരും ഉണ്ട്, 4 രാജ്യങ്ങളിലാണ്, സ്ഥലങ്ങളിലാണ്. അവർ വരുമ്പം വലിയ ഒരു സന്തോഷമാണ്. എന്നാൽ അവർ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പം തിരിച്ചു പോകും. പിന്നെ ഞാൻ തനിയെയാണ്. അങ്ങനെ വന്നു കഴിയുമ്പം മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരൊക്കെ ഇതേപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു. എല്ലാവരും ഉണ്ട്, പക്ഷേ ആരുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ അമ്മച്ചിയെ കൂട്ടിച്ചേർത്തു, അച്ചോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. നല്ല പൈസ കൊടുക്കണം, അതിനൊന്നും മക്കൾക്ക് കുഴപ്പമില്ല. എല്ലാ സൗകര്യങ്ങളും മക്കൾ ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും വലിയൊരു ശൂന്യത, പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമില്ലാത്ത ഒരവസ്ഥ. ജീവിത പങ്കാളി നേരത്തെ മരിച്ചുപോയി, മക്കളുടെ സാന്നിധ്യം, കൊച്ചുമക്കളുടെ സാന്നിധ്യം ഒക്കെ ഇല്ലാത്ത ഒരവസ്ഥ. ഒരു ശൂന്യതയിലൂടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ 2026 പ്രവേശിച്ചിരിക്കുകയാണ്, പുതിയ ഒരു വർഷത്തിലേക്ക്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹം, ഒരു പുതുവർഷം 2025 ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. 2026 ദൈവം ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഴയെടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം. ഇഴയെടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും ഉണ്ടാവൂ, സന്തോഷവും ഉണ്ടാവൂ. നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നത്, മനസ്സിനൊരു ശാന്തി ഉണ്ടോ അങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും സ്നേഹത്തോടെ അങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ, ദൈവമേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിന് ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നു, നന്ദി പറയുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. എനിക്ക് വേറൊരു കുടുംബത്തെ പരിചയമുണ്ട്. അവർ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിന് ഏകദേശം 88-90 വയസ്സ് അടുത്ത് പ്രായമുണ്ട്. ഈ അപ്പച്ചനെ പലതവണ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി അവരുടെ കൂടെയൊക്കെ നിർത്താനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ വിഷമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ സ്വന്തം മനസ്സാൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഇവിടെ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പച്ചനെ നോക്കാനായിട്ട് ബൈസ്റ്റാൻഡർ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടുവന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ ജോലിയുണ്ട് വിദേശ രാജ്യത്ത്. പക്ഷേ ഈ അപ്പൻ്റെ അടുക്കലേക്ക് വർഷത്തിൽ 3 അല്ലെങ്കിൽ 4 തവണ ഇദ്ദേഹം എത്തി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അദ്ദേഹത്തിൻ്റെ അവധി അനുസരിച്ച് അദ്ദേഹം സ്പെൻഡ് ചെയ്താണ് തിരിച്ചു പോകുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി വർഷത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മാസം എങ്കിലും ലീവ് എടുത്തിട്ട് തൻ്റെ അമ്മായിപ്പനെ പരിചരിക്കാനായിട്ട് നാട്ടിലേക്ക് വരും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ സഹോദരി നാട്ടിൽ വന്ന് 4 ആഴ്ച ഉണ്ടാവും ഏകദേശം, അത്രേ ലീവ് കിട്ടുള്ളൂ. 3 ആഴ്ചയും ഒരിടത്തും പോകാതെ ഈ അമ്മായിപ്പൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ആ അമ്മായിപ്പനെ പരിചരിച്ച് വേണ്ട സ്നേഹവും അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം കൊടുത്തു. ബൈസ്റ്റാൻഡറൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ പ്രത്യേകമായിട്ട് ടേക്ക് കെയർ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്നേഹമുള്ളവരെ, ഇങ്ങനെയും പരിചരിക്കുന്നവരുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ പുതുവർഷത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെയൊക്കെ ബന്ധങ്ങളൊന്ന് ഊട്ടി ഉറപ്പിക്കുവാനായിട്ട്, നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് മാറട്ടെ, ശക്തിയുള്ളതായിട്ട് മാറട്ടെ. കാരണം നമ്മളൊക്കെ ഓർക്കും സമ്പത്തുള്ളവനാണ് ഈ ലോകത്തിൽ ശക്തനെന്ന്. ഞാൻ പറയുന്നു, സമ്പത്തുള്ളവൻ ശക്തനാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശക്തനായവൻ ബന്ധങ്ങളുള്ളവനാണ് ശക്തൻ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ, നല്ല കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ, ഓഫീസിലുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ, സമൂഹത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെയൊക്കെ മനസ്സിൽ വലിയൊരു ശാന്തിയുണ്ട്, സന്തോഷമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും ഇനിയും ജീവിക്കണം. കാരണം എൻ്റെ ചുറ്റുപാടും ധാരാളം വ്യക്തികളുണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന. അങ്ങനെയെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് വരുവാനായിട്ട് നമുക്ക് ഈ വർഷം 2026 വളരെ പ്രത്യേകമായി പരിശ്രമിക്കാം. ഒരുപക്ഷെ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ബന്ധങ്ങൾ ആഴത്തിലേക്ക് വരട്ടെ, ഇഴയെടുപ്പമുള്ള ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ പുതുവർഷ ആരംഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊക്കെ തൊഴിലുകളുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ദൈവത്തിന് നന്ദി പറയാം. ആ സ്ഥാപനത്തെ ഓർത്തുകൊണ്ട്, ആ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സ്ഥാപിച്ചവരെ ഓർത്തുകൊണ്ട് നന്ദി പറയാം. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കൊരു ജോലി ലഭിക്കുന്നത്. ഇനി തൊഴിലിനോടുള്ള ആത്മാർത്ഥത എത്രമാത്രമാണ് നമുക്കുള്ളത് ആലോചിച്ച് നോക്കാം. നമുക്ക് ഈ വർഷത്തിൽ തീരുമാനമെടുക്കാം. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുവെന്ന്. തീർച്ചയായിട്ടും എനിക്ക് അനേകം വ്യക്തികളെ, കുടുംബങ്ങളെയൊക്കെ അറിയാം. ഓരോ സ്ഥാപനങ്ങളിലും ചിലപ്പോൾ 20, 25, 30 വർഷമായി ജോലി ചെയ്യുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്ഥാപനം, ആ ജോലി സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വീട് പോലെയാണ്. വീട്ടിലൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആ സ്ഥാപനത്തിൽ ഒരാവശ്യമുണ്ടെങ്കിൽ അവർ ഓടി വന്ന് അതാദ്യം തീർക്കും. അങ്ങനെ തൊഴിലിനോടും ആ സ്ഥാപനത്തോടും ആത്മാർത്ഥത പുലർത്തുന്ന
വ്യക്തികൾ, കുടുംബങ്ങൾ ധാരാളമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാരണം എന്താ? നമുക്ക് വേണ്ടതൊന്നും ലഭിച്ചില്ല, കിട്ടുന്നില്ല എന്നുള്ള പരാതികളിലൂടെ, മുറുമുറുപ്പിലൂടെ മുമ്പോട്ട് പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ വലിയ ഭാരമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുക, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ഏകദേശം 386 മാനസികമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കള് അവർക്ക് സാന്ത്വനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരെ പരിപാലിപ്പിക്കുവാനായിട്ട് വൈദികരുടെ, സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് ഇവർക്കുള്ള എല്ലാ ശുശ്രൂഷകളും നൽകുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്. ഞാനിതിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിൽ 2-3 വ്യക്തികളുണ്ട്, വർഷങ്ങളായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്. അവരുടെ ആ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാത്രിയിലും അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറാണ്. ആർക്കെങ്കിലും ഒരു രോഗിക്കൊരു ആവശ്യം വന്നാൽ, ഒരു ഫോൺ കോൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു ബെല്ലിൻ്റെ ശബ്ദം കേട്ടാൽ അവരുടെ ഉറക്കമൊക്കെ മാറ്റി ആ രോഗിയുടെ അടുത്തേക്ക് പോയി അവരെ കുറേ നേരം കേട്ട്, ചിലപ്പം വയലൻ്റ് ആകുന്നവരുണ്ടാവാം, അവരെയൊക്കെ കേട്ട് അവരെ ആശ്വസിപ്പിച്ച്, മരുന്ന് കൊടുക്കേണ്ട വ്യക്തികൾക്കാണെങ്കിൽ മരുന്നൊക്കെ കൊടുത്ത് അവരെ ഉറക്കിയിട്ട് അവരെ സാന്ത്വനിപ്പിച്ച് പോകുന്ന വ്യക്തികൾ. അവർ 2-3 പേരെ എനിക്ക് കാണുവാനായിട്ട്, അടുത്തറിയുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് തൊഴിലിനോടുള്ള ആത്മാർത്ഥത. ഇത് നമുക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ആ ഒരു തൊഴിലിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പം ഉള്ളിനുള്ളിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം. ചിലപ്പോൾ ഒരു പിയൂണിൻ്റെ വർക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു തലങ്ങളിൽ നമ്മൾ ഇരിക്കുമായിരിക്കാം. ഏത് തസ്തികളായാലും ആ ഏൽപ്പിച്ച ദൗത്യം, ആ തൊഴിലിനോടുള്ള അതിനോടുള്ള ഉത്തരവാദിത്വം, അത് തന്മയത്തോടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം നമ്മുടെയൊക്കെ ഉള്ളിനുള്ളിൽ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും വീണ്ടും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ 2026 നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുവാനായിട്ട്, ഏൽപ്പിച്ച ദൗത്യം ദൈവം തന്നതാണ്, അത് ക്രിയാത്മകമായി കാണുവാനായി, കുറച്ചും കൂടെ ക്രിയാത്മകതയോടുകൂടി ഒന്ന് ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ഏത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് വഴിയെ മുമ്പോട്ട് പോകണം. ആ സ്വപ്നങ്ങൾ നല്ലതാണ്. ആ സ്വപ്നങ്ങൾക്ക് നിറക്കൂട്ടുകൾ പകരുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയാം. അങ്ങനെ വന്നാൽ ഇഷ്ടപ്പെട്ട ജോലികൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധ്യമാകട്ടെ. നമുക്കിഷ്ടപ്പെട്ട ജോലി, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു, ഒരു സ്ഥാപനത്തിൽ, അത് ഹോസ്പിറ്റലിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആയിരിക്കാം. നമ്മൾ ജോലിക്ക് വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, നമുക്കിഷ്ടപ്പെട്ടതാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് പോകണം. അതല്ല, വലിയ ഭാരവും ദുഃഖവും നൊമ്പരവും ഒക്കെയാണ് നൽകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അവിടുന്ന് നമ്മൾ മാറി നമുക്കിഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടും. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുവാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നു, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരി, നേഴ്സാണ്, എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചോ, ശമ്പളമൊക്കെ നല്ല ശമ്പളം അച്ഛാ, അതൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടും, നല്ല ശമ്പളമുണ്ട്. പക്ഷെ അച്ഛാ, അത് എൻ്റെ ജോലി എനിക്ക് ഭയങ്കര ഭാരം അച്ഛാ, എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, ചില ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്, എന്താണ്? ആ സഹോദരി മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. അച്ചോ, എനിക്കൊരു വേദനയുണ്ട്, പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റല് ഗർഭഛിദ്രമൊക്കെ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സിനെ കാണാനായിട്ട് വ്യക്തികളും കുടുംബങ്ങളൊക്കെ വരും. ചിലപ്പോഴൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം വരുന്നവർക്ക്. ചില ദിവസങ്ങളിൽ 2 അല്ലെങ്കിൽ 3 പേര് വരെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവാം. ചിലപ്പോൾ ഞാൻ ഗുളിക കൊടുക്കണം ഇവർക്ക്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാച്ചു. കാരണം ഞാൻ കാരണം 2-3 ജീവൻ ചില ദിവസങ്ങളിലൊക്കെ ഇല്ലാതാകുന്നു. ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം, ചില ദിവസങ്ങളിൽ ഒരെണ്ണമായിരിക്കാം, ചില ദിവസം 2 അല്ലെങ്കിൽ 3 ആയിരിക്കാം. അച്ചു, എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. എനിക്കൊരു കോഴിയെ പോലും കൊല്ലാനായിട്ട് പറ്റില്ലാത്ത ഒരു ആളായിരുന്നു. പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. കാരണം എന്താ, ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഇത് ചെയ്യാനായിട്ട്. എൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഡോക്ടർ പറയുന്നു, ഞാനത് ചെയ്യുന്നു. എനിക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല.
ഈ രാജ്യത്തെ പ്രത്യേകത ഇതിനെയൊക്കെ അനുവദിക്കുന്ന ഒരു രാജ്യമാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? രാത്രിയിലൊക്കെ പലപ്പോഴും ഞെട്ടി ഉണരാറുണ്ട്. അച്ചു, എന്താ ചെയ്യണ്ടേ? ഞാൻ ആ സഹോദരിയോട് സ്നേഹത്തോടെ പറഞ്ഞു, സഹോദരി, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നല്ലൊരു പ്രൊഫഷനാണ്, സാമ്പത്തികമായ ഔന്നിത്യമൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ അതിൽ നിന്ന് മാറുക. കാരണം ആ പ്രൊഫഷൻ ഉപയോഗിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം, വേറെ ജോലി കിട്ടും. ചിലപ്പം കുറച്ച് ദൂരം യാത്ര ചെയ്ത് പോകേണ്ടി വരും, ചിലപ്പോൾ ശമ്പളം കുറച്ച് കുറവ് കിട്ടും. പക്ഷേ മനസ്സിനൊരു സന്തോഷമില്ലേ? മനസ്സിനൊരു സമാധാനമില്ലേ? ഞാൻ കാരണം എത്രയോ ജീവിതങ്ങൾ പോയി, അല്ലെങ്കിൽ എത്രയോ ജീവിതങ്ങൾ തകർക്കപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ആ സഹോദരി അതുപോലെ ചെയ്തു. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം എൻ്റെ അടുക്കൽ വന്നു. പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ കിലോമീറ്ററുകൾ ദൂരങ്ങളിലേക്ക് പോകണം ജോലിക്ക് വേണ്ടിയിട്ട്. ശമ്പളം വളരെ കുറവ്, പക്ഷേ അച്ഛാ സന്തോഷമുണ്ട്. മനസ്സിന് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു പോയ ചില തെറ്റുകൾ. അച്ഛൻ, ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു. ഞാനത് പരിഹാരം ചെയ്യുവാനായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ പോവില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് ജീവിതം. അപ്പോൾ ഈ വർഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. ഇഷ്ടപ്പെട്ട ജോലികൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇഷ്ടപ്പെട്ട ജോലികൾ എന്ന് പറയുമ്പോൾ അത് മനസ്സിന് സന്തോഷം നൽകുന്ന ജോലിയാകട്ടെ. ഒരു സഹോദരൻ എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല. ആദ്യം മാരുതി 800 കാറായിരുന്നു എനിക്ക്. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, നിനക്കിതൊന്നും മാറ്റിയിട്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. പക്ഷേ ഞാനത് ചെയ്തില്ലച്ചോ. കാരണം എനിക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ദിവസങ്ങളിലാണ് വേറൊരു കാർ എടുത്തത്. വലിയ ശമ്പളമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. മക്കളുടെ പഠനം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയൊരു ജോലിയുണ്ട്, അത് മതി അച്ഛ. സ്നേഹമുള്ളവരെ, ഇതാണ്. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നേടണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നേടണം. പക്ഷേ മനസ്സിന്റെ സന്തോഷവും സമാധാനവും കളഞ്ഞ് പ്രിയപ്പെട്ടവരെ ഒന്നും നേടിയെടുക്കണ്ട. ധാർമ്മിക മൂല്യങ്ങളും ക്രൈസ്തവ മൂല്യങ്ങളും ഉണ്ട്, അത് വിട്ടുകൊണ്ട് നമ്മൾ ഒന്നും നേടിയെടുക്കണ്ട. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 2026 എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളൊക്കെ വീണ്ടെടുക്കാനായിട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട്, ബന്ധങ്ങൾ, അതായത് ഇഴയടുപ്പമുള്ള ബന്ധങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സാന്നിധ്യം പകർന്നു കൊടുക്കുവാനായിട്ട്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓടിയെത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആശുപത്രികളിലോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് അധികമൊന്നും സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ അവരായിരിക്കുന്ന മുറിയിലൊന്ന് കയറി തൊട്ടടുത്തൊരു അല്പസമയം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് ഇരിക്കാൻ സാധിച്ചാൽ, സാന്നിധ്യം കൊടുക്കാൻ സാധിച്ചാൽ, അവിടെ വലിയ ഒരു അത്ഭുതമാണ്. അതോടൊപ്പം നമ്മൾ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും സ്നേഹത്തോടെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, അല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം 2026 കുറച്ചും കൂടെ മനോഹരമായി തീരുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ വർഷാരംഭം തന്നെ ഒരു തീരുമാനമെടുക്കാം. ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾ ഒന്നും കൂടി ഒന്ന് ഊഷ്മളമാക്കുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, കുടുംബത്തിലുള്ളവർക്ക് അല്പം കൂടി ഒന്ന് സമയം കൊടുക്കുവാൻ, എന്നെ ഏൽപ്പിച്ച ജോലി പരാതിയില്ലാതെ പരിഭവമില്ലാതെ നന്നായി ചെയ്യുവാൻ, ഇഷ്ടപ്പെട്ട ജോലി മേഖലകൾ കണ്ടെത്താൻ, അധികം സമ്പാദിക്കുകയൊന്നും വേണ്ട, പക്ഷേ സന്തോഷം വേണം. ആ ഇഷ്ടപ്പെട്ട മേഖലകൾ ഒന്ന് കണ്ടെത്തുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സ്പർശിക്കണം. ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വലിയൊരു സന്തോഷം കൊടുക്കുന്നൊരു ജീവിതമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.